അങ്കിളിനെ പോലീസ് ചോദ്യം ചെയ്തെന്ന് അമ്മാമ്മ വിളിച്ച് പറഞ്ഞപ്പോ ഞാനും കരുതിയത് ജെഡിയുടെ പരാതി പ്രകാരം തന്നെയായിരിക്കുമെന്നാ. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, സിയെ അന്വേഷിക്കുന്നത് ഗീതയുടെ നെയ്ബറായ തഹസീൽദാർ ഹമീദിന്റെ പരാതി പ്രകാരമാണെന്ന്. അതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. സത്യം പറ, ഗീതയെ കരുവാക്കിയിട്ട് എന്നെയും ജെഡിയും തമ്മിൽ അകറ്റിയിട്ട് എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? അതിനുവേണ്ടി രണ്ടാളും കുറെ നെട്ടോട്ട് ഓടിയില്ലേ? അതെന്തിനു വേണ്ടിയാണെന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ. പറയാം. ഇനി ഞങ്ങളൊന്നും ഒളിച്ചു വെക്കുന്നില്ല. നിനക്ക് വേണ്ടി, നീ പോലും അറിയാതെ നിന്നെ ജെഡിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങളത് ചെയ്തത്. അതെ മോളെ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അമ്മച്ചി എന്നോട് പറഞ്ഞപ്പോ ജെഡിയുടെ സ്വഭാവത്തിനെ കുറിച്ച് പലരോടും ഞാൻ അന്വേഷിച്ചു. അയാൾ നിന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയാൻ പോവാണെന്ന് മനസ്സിലായപ്പോ അതിനു മുമ്പ് നീയായിട്ട് അയാളെ ഉപേക്ഷിച്ച് വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതിനു വേണ്ടിയിട്ട് ഗീതയെ ജെഡിയുടെ വീട്ടിലെത്തിച്ച് ഇവക്ക് അയാളോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ഞാനും ഗ്ലാഡിസും ശ്രമിച്ചു എന്നുള്ളത് ശരിയാ അമ്മച്ചി. പക്ഷേ അതൊരു തെറ്റാണ്. തെറ്റായേ തോന്നു റോക്കിച്ചായ. നമ്മുടെ ഉദ്ദേശശുദ്ധി എന്തെന്നറിയാത്ത പോലീസല്ലേ നാദരോട് ഇക്കാര്യം പറഞ്ഞത്. അപ്പൊ ഇവൾക്ക് എങ്ങനെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും? പക്ഷേ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ചെയ്തതും പറഞ്ഞതും ഒക്കെ സത്യമാണെങ്കിൽ ഒരിക്കലും അതൊരു തെറ്റല്ല. അതേപോലെ ഇവര് കരുതിയ പോലെയൊക്കെ നടന്നിരുന്നേൽ നീ ഇത്ര അധികം സഹിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഗീതയ്ക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുത്ത് നീ രക്ഷപ്പെടുമായിരുന്നു. ഇല്ല അമ്മാമ്മേ, ഇതൊന്നും അമ്മാമ്മ വിശ്വസിക്കുന്നത് പോലെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനാവില്ല. അതിനർത്ഥം നിന്നെ വഴിയാതരമാക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിച്ചു എന്ന് നീ കരുതുന്നു അല്ലേ? എന്നാ വേണേലും കരുതിക്കൊട്ടിച്ചായ, നമ്മുടെ മനസ്സെന്താണെന്ന് നമുക്കും കർത്താവിനും അറിയത്തില്ലയോ? അമ്മച്ചി നമ്മളെ സംശയിച്ചില്ല, അത് മതി. ഇവരുടെ സ്നേഹത്തെ നീ അവിശ്വസിക്കരുത് മോളെ. തിരിച്ചറിയേണ്ടത് നീ അന്ധമായി സ്നേഹിച്ച ജെഡിയുടെ കാപട്യത്തെയാണ്. കറുപ്പും വെളുപ്പും തമ്മിൽ തിരിച്ചറിയാൻ വൈകി പോയവളാ അമ്മാമ്മേ ഞാൻ. അതുകൊണ്ടാണ് എനിക്കിപ്പോ എല്ലാരെയും സംശയം. ചിരിച്ചു കാട്ടുന്ന മുഖങ്ങളെയെല്ലാം ഞാൻ വിശ്വസിച്ചു പോയി. അതിൽ നിന്നൊക്കെ നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഇനി ജെഡിയുടെ വീട്ടിലോട്ട് തിരിച്ചു പോകാതിരുന്നാൽ മാത്രം മതി. സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നമുക്കിവിടെ കഴിഞ്ഞാൽ പോരെ? എത്ര കാലം അമ്മമ്മേ, എന്നെ എത്ര കാലം നിങ്ങൾക്കൊക്കെ സംരക്ഷിക്കാനാവും? അത് ശരിയാ അമ്മച്ചി. ഭർത്താവിനോടൊപ്പം അല്ലാത്തൊരു ജീവിതം ഒരു പെണ്ണിന് ശാശ്വതമല്ല. അതുകൊണ്ട് നാദിറയെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളെ എത്രയും വേഗം നമുക്ക് കണ്ടുപിടിക്കണം. അതിനെന്നതാ, എന്റെ കൊച്ചുമോളൊന്ന് സമ്മതം മൂളിയച്ചാ മാത്രം മതി. മറിയങ്കോശി കൊണ്ടുവരത്തില്ലയോ സർവ്വതും തികഞ്ഞൊരു... പ്ലീസ് പ്ലീസ് അമ്മമ്മേ. മോള് വിഷമിക്കണ്ട. ജെഡിയെ വിട്ടൊരു ജീവിതം മോക്ക് പറ്റത്തില്ല എന്ന് ഈ അങ്കിളിനറിയാം. മോള് പറ, കാണാതായ ആ കൊച്ച് ഇനി ഒരിക്കലും തിരിച്ചു വരാതിരുന്നാൽ ജെഡിയോടൊപ്പം നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും? പറ്റുമെങ്കിൽ അതുപോലും ഈ അങ്കിൾ നിനക്ക് വേണ്ടി ചെയ്യാം. സാധിക്കും അങ്കിളിനത്. എങ്കില് ജിഷ ഇനി തിരിച്ചു വരണ്ട. ഇങ്ങോട്ട് കേറും. ദേ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ ഏറ്റെടുക്കണ്ട. നാദിറയ്ക്ക് വേണ്ടി ജിഷ ഇല്ലാതാക്കിയ നിങ്ങൾക്ക് സ്വർഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. ജയിലിൽ തന്നെ കിടക്കത്തേ ഉള്ളൂ. അറിയാലോ, ആ കൊച്ചിനെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചതിന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പുകില്. പറ്റുമെങ്കിൽ ആ തഹസീൽദാരെ ചെന്ന് കണ്ട് ഇനി ഒന്നിനും വരത്തില്ലെന്നും പറഞ്ഞ് ഒരു കുമ്പസാരം അങ്ങ് നടത്തിയേക്ക്. അല്ലാതെ കൊല്ലാനും തല്ലാനും ഒന്നും ഇച്ഛായനെ ഞാൻ വിടത്തില്ല. ഇല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് പോവില്ലയോ? നീ ഒന്ന് ചുമ്മാ ഇരിടി. നാദിറയോട് നമുക്ക് അത്രമാത്രം ഇഷ്ടമാണെന്ന് കാണിക്കാൻ ഞാനൊരു നമ്പർ ഇറക്കിയതല്ലേടി.
ഒരു നമ്പരും അത്ര പെട്ടെന്നൊന്നും ഏശുന്ന കൂട്ടത്തിലല്ല നിങ്ങളുടെ മരുമോള്. ഹ്, നമ്മളെയൊക്കെ വിറ്റ കാശ് അവിടെ കയ്യിലുണ്ട്. ജിഷയെ കാണാതായതിൽ ഇച്ചായന് വല്ല പങ്കുണ്ടോന്നറിയാനാ അവളെ തട്ടിക്കളഞ്ഞേക്കുന്ന മട്ടിൽ നാദിറ സംസാരിച്ചത്. അതറിയോ? ഏയ്, അങ്ങനെ ഒരു സംശയമൊന്നും അവക്ക് എന്നോട് തോന്നത്തില്ല. റോക്കി അങ്കിൾ ഒരു ശുദ്ധനാണെന്ന് ഇതുവരെ അവൾ കരുതിയിട്ടുള്ളൂ. ദുഷ്ടന്റെ ബലം ചെയ്യൂന്നുള്ള കാര്യം ഇനി അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അയ്യടാ, നിങ്ങളായിട്ടത് അറിയിക്കാനൊന്നും പോണ്ട. ആ നേരത്തിന് അവൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോവാതിരിക്കാൻ വല്ല വഴിയുണ്ടോന്ന് ആലോചിക്ക്. അതിനി എന്നാ വഴി ആലോചിക്കാനാ? നാദിറ ജേഡിയുടെ അടുത്തേക്ക് പോകാതിരിക്കുന്ന കാര്യം ഇനി അമ്മച്ചി നോക്കിക്കോളും. അത് ഉറപ്പാ. അമ്മച്ചി ഇപ്പോ നമ്മുടെ ഭാഗം നിന്ന് സംസാരിച്ചതിന്റെ ഉറപ്പാണോ? അങ്ങനെ സംസാരിക്കാനും കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. അതെന്നാ കാര്യം? അതൊക്കെ ഉണ്ട്. എന്നെ പോലീസ് കൊണ്ടുപോയി ശരിക്കും പെരുമാറിയെന്നാ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിരിക്കുന്നു. അതിന്റെ പേരില് നിനക്ക് നാദിറയോട് മുഷിച്ചിലൊന്നും തോന്നാതിരിക്കാൻ തല്ലുകൊണ്ട വിവരം ഗ്ലാഡിസിനെ അറിയിച്ചില്ല എന്നും കൂടി പറഞ്ഞു. അപ്പോ അമ്മച്ചിക്ക് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൂടത്തില്ലയോ? ഇച്ചായന് ബുദ്ധി ഉദിച്ചു തുടങ്ങി. അമ്മാമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മോൾക്ക്? ഉണ്ട് അമ്മാമേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരാവേശത്തിന്റെ പുറത്ത് ജിഷ തിരിച്ചു വരണ്ടെന്ന് ഞാൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ അവൾ എന്ത് തെറ്റ് ചെയ്തു? അങ്ങനെ ഒരു മകളുണ്ടെന്ന് എന്നെ അറിയിക്കാതിരുന്ന, ഇപ്പോഴും എന്നിൽ നിന്നത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ജേഡി എൻ്റെ ശത്രു. ഈ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് ഇനി ഞാൻ അയാളെ അറിയിക്കില്ല. അത് നീ ചെയ്തോ, പക്ഷേ അതൊരിക്കലും സ്വന്തം സന്തോഷം കെടുത്തിക്കൊണ്ടാവരുത്. നീ സന്തോഷിക്കുമ്പോൾ അയാൾ ദുഃഖിക്കണം. അതിന് നീ നിന്റേതായ വഴിയെ മുന്നേറണം. അല്ലാതെ നീ വീണ്ടും അയാളുടെ അടുത്തോട്ട് തിരിച്ചു പോവല്ല വേണ്ടത്. പക്ഷേ എല്ലാം വകവെച്ചു കൊടുത്തുകൊണ്ടുള്ളൊരു ഒഴിഞ്ഞുപോക്ക് അതൊരു തരം തോറ്റുകൊടുക്കലായി പോവില്ലേ? എന്നെ നോവിച്ചതിന് മരണം വരെ കൊണ്ടു നടക്കാൻ ആ മനസ്സിൽ ഒരു പിടി കനല് കോരിയിട്ടിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. മനസ്സാക്ഷിയില്ലാതെ മറന്നു കളയുന്നതും മധുരമുള്ളൊരു പ്രതികാരം തന്നെയാണ് മോളെ. ജിഷ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും അവളെ കാണാതായുള്ള വാർത്തയും അതോടൊപ്പം ജേഡിയുടെ മകളാണ് അവളെന്നുള്ള സത്യവും താമസിയാതെ പുറത്തു വരും. ആ സമയത്തും നീ അയാളുടെ ഭാര്യയായി തുടർന്നാൽ അത് ജേഡിയുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നതിന് തുല്യമാകും. മറിച്ച് നീ പിരിഞ്ഞു പോന്നാൽ അയാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ നിമിഷം പുല്ലുപോലെ വലിച്ചെറിഞ്ഞെന്നേ എല്ലാവരും കരുതും. അത് അയാളുടെ തെറ്റുകളെ ഒന്നുകൂടി ബലപ്പെടുത്തും. അമ്മാമ്മ പറഞ്ഞത് ശരിയാ. തൂത്തെറിയുമ്പോഴും തേരട്ടെ പോലെ തിരിച്ചു കയറി ചെല്ലുന്നത് ജേഡിയുടെ ആത്മവിശ്വാസം കൂട്ടുകയുള്ളൂ. ഇനി എന്തായാലും അത് വേണ്ട, പിരിഞ്ഞേക്കാം അല്ലേ അമ്മാമ്മേ? അതാ മോളെ നല്ലത്. അവകാശപ്പെടാൻ ഒരു കുഞ്ഞു പോലും ഇല്ലാത്തപ്പോൾ അവരുടെ ജീവിതം നീ തട്ടിയെടുത്തെന്ന് എല്ലാവരും പറയും. അപ്പോ ആ ഒരു സൽക്കർമ്മം കൂടെ ചെയ്തിട്ടങ്ങ് പിരിയാം. ജേഡിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാണെന്നും ജിഷയെ കാണാതായതിൽ എനിക്ക് യാതൊരു മനസ്സറിവും ഇല്ലെന്നും ഗീത എനിക്ക് നേരിട്ട് കണ്ടറിയിക്കണം. അവർ ജീവിക്കട്ടെ അമ്മമ്മേ. ഗീതയുടെ കണ്ണുനീരിനെങ്കിലും ഒരു ഫലം ഉണ്ടാവട്ടെ. സ്നേഹം അതാരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. ബന്ധങ്ങൾ വിലയ്ക്ക് വാങ്ങാനും പറ്റില്ല. ഇത് രണ്ടും നഷ്ടപ്പെടുന്നിടം മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥ ഉണ്ടാക്കും. അതിൽ നല്ലത് തിരിച്ചുപോക്ക് തന്നെ. മോളെ, അതെ അമ്മാമേ,
ഗീതയെ കാണുന്ന അവസാന കർമ്മം കൂടി ചെയ്തിട്ട് എന്നെ നോവിച്ചതിന്റെ ശിക്ഷ വിധിക്കാനുള്ള കടമ കാലത്തിന് വിട്ടുകൊടുത്തിട്ട് നാദർ തിരിച്ചു പോകും ജെഡിയുടെ കണ്ണെത്താ ദൂരങ്ങളിലേക്ക്. മോളെ സാറേ ചായ. സാറെന്താ നാദറ കുഞ്ഞിനെ അന്വേഷിക്കാത്ത? എന്താ അത്ര അന്വേഷിക്കാൻ? ഞാൻ അല്പം നേരോട് സ്വസ്ഥമായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ. ഓഹോ, അപ്പം സാറിന് കുഞ്ഞ് സ്വസ്ഥതക്കെടാന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ? കുറച്ച് നാളായിട്ട് അതാണ് സത്യം. എങ്കിലിനി മിക്കവാറും ആ സ്വസ്ഥതകൾ ഉണ്ടാകത്തില്ല സാറേ. നാദറ കുഞ്ഞ് എങ്ങോട്ടോ പോയി, ഒരു വാക്ക് മിണ്ടാതെ ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോക്കിപ്പോൾ ഒരു ശീലമാണല്ലോ. ഇതുവരെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ ഇനി ആ പതിവ് വേണ്ടെന്ന് വെച്ച് കാണും. ഇത്രയേ ഉള്ളൂ. അതൊന്നും അല്ല സാറേ. വീട്ടിലിരിക്കുന്നവരെ പോലീസ് വന്ന് ചോദ്യം ചെയ്താൽ എന്നാ ചെയ്യും? പോലീസ് ഇവിടെ വന്നോ? അതെ, ജിഷ കൊച്ചിനെ കാണാതായതിനെക്കുറിച്ച് നാദറ കുഞ്ഞിനോട് തിരിച്ചും മറിച്ചും പലതും ചോദിച്ചു. എന്നിട്ട് അവരാണോ നാദരെ കൊണ്ടുപോയത്? അല്ല, ഒരു ആഫീസർ മാത്രം സാധാരണ വേഷത്തിലാണ് വന്നത്. രഹസ്യമായിട്ടുള്ള എന്തോ അന്വേഷണമാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവളോട് മോശമായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ അല്ലേ? ഏതാണ്ടൊക്കെ തർക്കിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടു. എന്നതാ സംസാരിച്ചതെന്ന് എനിക്ക് പിടികിട്ടിയില്ല. അത് ജിഷയുടെ അമ്മയുടെ ഭാഗത്തുനിന്നുള്ള പരാതിയാ, അല്ല ഞാനൊന്നും അറിഞ്ഞല്ല. നാദറ കുഞ്ഞിൻ്റെ പേര് സാറ് പരാതി കൊടുക്കത്തില്ലെന്നറിയാം. എന്നാലും ജിഷ കൊച്ചിനെ കാണാതായതിൻ്റെ പേരിൽ ഈ വീട്ടിലുള്ളവരെ തന്നെ പോലീസ് സംശയിക്കാൻ തുടങ്ങിയാൽ അത് അപകടമല്ലേ സാറേ? പോലീസിന്റെ സംശയം തീർത്തു കൊടുക്കാന്നല്ലാതെ നമുക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ അവരെ എന്നെയും ചോദ്യം ചെയ്യുന്നു വരാം. അവന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്താ കാര്യം? ഈ പ്രശ്നമൊക്കെ പരസ്പരം ഐക്യമില്ലാത്തതുകൊണ്ടല്ലയോ സാറേ? സാറിനോട് എന്തൊക്കെയോ പകയുള്ളതുപോലെയാണ് നാദറ കുഞ്ഞ് നടക്കുന്നത്. അതൊന്നും ഗവനിക്കാതെ വേറെ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് സാറും. ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുമ്പോൾ മനസ്സിലെ കറ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങ് തീർക്കണം. അതാ വേണ്ടത്. ചില കാര്യങ്ങൾ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കാലത്തിനോ അത്ഭുതങ്ങൾക്കോ മാത്രമേ അതിനെ കഴുകിക്കളയാനാവൂ. അതുപോലെ എന്തെങ്കിലും ഒരു മഹാത്ഭുതം ഇവിടെ സംഭവിച്ചില്ലെങ്കിൽ ഈ ജന്മം ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.